Hello guys, welcome back to my YouTube channel and welcome back to yet another episode of Abu Dhabi vlog with Advaith and my cousin Navaneeth. നമസ്കാരം. 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 അപ്പോൾ ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് പറയുന്നതാണ് അടുത്ത പ്ലാൻ. യെസ്. ഞങ്ങൾ അങ്ങനെ ആക്ച്വലി കിച്ചണിൽ കയറി. അദ്വൈത് എന്തോ മറ്റേ എടാ നീ എപ്പോഴും ഈ വാ അടിച്ചോണ്ട് വെച്ച് നിനക്ക് ഇത് കട്ട് ചെയ്യാൻ പറ്റത്തില്ല, അപ്പൊ അതുകൊണ്ട് നാച്ചുറൽ ആയിരിക്കും, കുഴപ്പമില്ല. അപ്പൊ അതുകൊണ്ട് അദ്വൈത് ഷാർജയിൽ അദ്വൈതിന്റെ ഫ്ലാറ്റില് അവിടെ വരുന്നവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന മറ്റേ സിനിമ പറയുന്ന പോലെ ഏതാടാ രണ്ടുപേരിപ്പാട്ടെന്ന് പറയുന്ന പോലെ ഏതാടാ കറി എന്ന് പറയുന്ന ആ കറി ഇപ്പൊ ഉണ്ടാക്കാൻ പോവാണ്. പുതിയ മുഖം പറയുന്ന പോലെ ഒരു സ്പെഷ്യൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചുള്ള ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവാണ് അദ്വൈത്. അപ്പൊ അതിന്റെ പടിപ്പുരയിലാണ്. അപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ പോയി സദ്യ മീൽസ് കഴിച്ചു. ഫിഷ് കറി മീൽസ് ആയിരുന്നു. മീൽസ് എങ്ങനെ ഉണ്ടായിരുന്നു അദ്വൈത്? കിഡിലെ മീൽസ് ആയിരുന്നു. നമ്മൾ പയ്യന്നൂര് തന്നെ പോയി നല്ല ഫിഷ് കറി മീൽസ് കഴിച്ചു. എന്നിട്ട് ഞങ്ങൾ നെസ്റ്റോയിൽ നെസ്റ്റോയിൽ പോയിട്ട് ഞങ്ങള് ഇൻഗ്രീഡിയൻസ് ഒക്കെ വാങ്ങിയിട്ട് കുറച്ച് കൊച്ചുള്ളി കൂടി ഇട്ടോ. ആ ടേസ്റ്റ് ആവും, കൊച്ചുള്ളി നല്ല ടേസ്റ്റ് ആണ്. അപ്പം ഇൻഗ്രീഡിയൻസ് വാങ്ങിച്ച് കോഴിയും വാങ്ങിച്ചിട്ട് നമ്മളിപ്പം ഒരാൾ കറി വെക്കാൻ പോവാണ്. അദ്വൈത് ചിക്കൻ കറി വെക്കാൻ പോവാണ്. ഞാൻ ചിക്കൻ ഫ്രൈ മാരിനേറ്റ് ചെയ്ത് വെക്കാൻ പോവാണ്. ഇത് കഴിഞ്ഞ് വൈകുന്നേരം ഞങ്ങൾ പുറത്തു പോകുന്നുണ്ട്. അപ്പൊ അതിനു മുമ്പ് ബേസിക് കാര്യങ്ങളൊക്കെ ഇപ്പൊ ചെയ്ത് വെക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഒരു കുക്കിംഗ് വീഡിയോ ആണ് ആക്ച്വലി. അപ്പൊ കാണാൻ താല്പര്യമുള്ളവർ കണ്ടോളൂ, കാണാൻ താല്പര്യം ഇല്ലാത്തവർ സ്വയം താല്പര്യപ്പെടുത്തി ഇറങ്ങി ഓടണ്ട. സ്വയം താല്പര്യപ്പെടുത്തി ഇരുന്ന് കാണുക. യെസ്. അപ്പൊ കുക്കിംഗ് വ്ലോഗ് ഫുൾ പവർ ഫുൾ ഓൺ. യെസ്. എടാ നീ അതൊന്നും കൊടുക്കല്ലേ, അവൻ മറ്റേ ആനിമലിലെ മറ്റേ ഇതാന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി ഓടും. ഇവൻ ഇങ്ങനത്തെ ഓരോ കുൻസിത പ്രവൃത്തികളുള്ള അദ്വൈതിന് നിങ്ങളെ കാണിക്കണം എന്ന് വിചാരിച്ചതാണ് ഗൈസ്. നിങ്ങൾ ഫ്ലാറ്റിലൊക്കെ വീട്ടിലൊക്കെ സിംഗിൾ ആയിട്ട് ഒറ്റയ്ക്ക് ഇരിക്കുകയെന്നുണ്ടെങ്കിൽ ഇതൊരു പാക്കറ്റ് വാങ്ങിച്ചിട്ട് പാലിലിട്ട് കുതിർത്ത് കുടിച്ചോളൂ. ഒരു രക്ഷയില്ല. ഹെൽത്തിയാണ്. എടാ ചുമ്മാ ഇടാ, ഹെൽത്തി. നീ BGM ഇടാതെ. ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്. അദ്വൈത് ഇന്ന് ഫസ്റ്റ് ആണ് മ്യൂസ്ലി വിത്ത് ഫ്രൂട്ട്സ് ട്രൈ ചെയ്യുന്നത്. അയ്യാ പറഞ്ഞല്ലേ ഫസ്റ്റ് ആണ്. നീ എപ്പോഴും ദോശ ചമ്മന്തി കഴിക്കുന്നത്, ഇത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. നീ അല്ലേ പറഞ്ഞേ? നീ തന്നെ പറഞ്ഞത്. അപ്പൊ അത് അദ്വൈത് ഇങ്ങനെ ഉള്ളി അരിയുന്നു. അദ്വൈത് എനിക്ക് കുറച്ച് റെഫറൻസ് കാണിച്ചു തന്നു. അതേപോലെയൊക്കെ വീഡിയോ എടുക്കണം എന്നാണ് പറഞ്ഞത്. അതായത് മറ്റേ നമുക്ക് അത് പറ്റത്തില്ല. ആ എഫക്റ്റ് പറ്റാത്തോണ്ട് ഇത് ആക്ച്വലി ഒരു വലിയ ബഹളമുള്ള ഒരു വ്ലോഗ്. നമുക്ക് സൈലന്റ് ആവും, ഇച്ചിരി ഞാൻ ഉണ്ടായിരുന്ന ഈ കാര്യം മുന്നോട്ട് പോകത്തില്ലല്ലോ. അപ്പൊ എന്തൊക്കെയാണ് അപ്പം ഇത് ചിക്കൻ നല്ല ഗ്രേവി പോലെയാണോ വെക്കുന്നത് അതോ ഇച്ചിരി തിക്കായിട്ടാണോ വെക്കുന്നത്? എന്താണ് ഗ്രേവി പോലെ? ഓക്കെ. കൂടെ ചപ്പാത്തി അല്ലേ? ഓക്കെ. അപ്പം അതിന്റെ കൂടെ നമ്മളൊരു സാലഡും ഉണ്ടാക്കുന്നുണ്ട്. കുറച്ച് ചിക്കൻ ഫ്രൈ, കുറച്ച് ചിക്കൻ കറി. യെസ്. അപ്പൊ എന്തായാലും അദ്വൈതിന് 3.5 മണിക്കൂർ വേണം ചിക്കൻ കറി ഉണ്ടാക്കാൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് എന്തായാലും തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം പോകുന്ന സമയം വേണം അദ്വൈതിന് ചിക്കൻ കറി ഉണ്ടാക്കാന്ന് പറയും. നമുക്ക് എന്തായാലും നോക്കാം അല്ലേ കാർത്തി? അപ്പൊ പാട്ടിട്ടാ ഇപ്പൊ കോപ്പിറൈറ്റ് അടിക്കും. അപ്പം അദ്വൈത അവിടെ അണ്ണിയൻ കട്ടി ചോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്താ ഇവിടെ ഫ്രൈക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ നല്ല വെള്ളത്തിൽ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ 3-4 റൗണ്ടായി. എന്നാലും മാക്സിമം നമ്മൾ ആ ഒരു രക്തത്തിൻ്റെയും ഇതിൻ്റെയൊക്കെ ഒരു കളർ മാറി കുറച്ച് ഫുൾ വൈറ്റ് ആവില്ല, എന്നാലും ഉള്ള പോലെ ആക്കി വൃത്തിയാക്കിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്യാൻ പെരട്ടി വയ്ക്കാൻ പോവുകയാണ്. കാർത്തിയാണ് നമ്മളുടെ ഇവിടുത്തെ അറ്റൻഡി, നമ്മുടെ അസിസ്റ്റൻറ്റ്. നമുക്ക് എല്ലാ കാര്യങ്ങളും എടുത്തു തരുന്നത് ഇന്ന് കാർത്തിയാണ്. യെസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് തുടങ്ങാം ഗൈസ്. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈഡ് എല്ലാം കഴുകി വൃത്തിയാക്കി മുളക് പൊടിയും കാര്യങ്ങളൊക്കെ ഇടാൻ പോവാണ്. അവിടെ ചിക്കൻ കറി അദ്വൈത് സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തായാലും ഇതെല്ലാം ഇട്ടിട്ട് ഞാൻ ഇനിയും കാണിച്ചു തരാം. അതായത് കറിയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കറിവേപ്പില കഴുകി ഇപ്പം എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഇപ്പം ഇടാൻ പോകുന്നേ ഉള്ളൂ. അപ്പം നമ്മളും ചിക്കൻ ഫ്രഷ് ആക്കി നമുക്കിപ്പോൾ മുളക് പൊടിയും കാര്യങ്ങളൊക്കെ കാർത്തി ഇപ്പോൾ ഇട്ട് തരും. യെസ് ഗൈസ്. അപ്പം നമ്മൾ ഇത് കുറച്ച് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. കറിവേപ്പില ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളൊക്കെ വീട്ടിൽ ചിക്കൻ ഫ്രൈ വയ്ക്കാൻ നേരം ഫ്രൈ ചെയ്യാൻ ഇത് ഇട്ടിട്ടാണോ കറിവേപ്പില അതിന്റെ പുറത്തോട്ടൊന്നും ഇടുന്നത് അതോ മസാല വരട്ടുമ്പോഴാണോ? നിന്റെ അവിടെ എങ്ങനെയാണ് അത്? നമ്മള് ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടാണ് കറിവേപ്പില അതിന്റെ പുറത്തൊരു ഡെക്കറേഷൻ പോലെ അധികം ഇത് ക്രിസ്പി ആയിട്ട് കിട്ടും. ഇതുമ്പോ ആദ്യമേ ഫ്രൈ ചെയ്യുമ്പോ ഇടുകയാണെങ്കിൽ പക്ഷെ എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. പക്ഷെ നമുക്ക് നോക്കാം അതെങ്ങനെ ഞാൻ തിരിച്ചെടുക്കാൻ നേരത്തെ വേണ്ട, ഇനി അത് കിടക്കട്ടെ, കുഴപ്പമില്ല.
എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇച്ചിരി തൈരും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ബാക്കി എല്ലാ സംഗതി റെഡിയാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് ഇതൊന്ന് സെറ്റ് ആവാൻ ഒരു 2 hours വെക്കാം. അപ്പോഴത്തേക്ക് ഞങ്ങളൊന്ന് നമുക്ക് എവിടെ പോകണം, കോർണിഷിലൊക്കെ ഒന്ന് പോയി ഒന്ന് കറങ്ങി, കോർണിഷൊക്കെ ഒന്ന് പോയി ഒന്ന് കറങ്ങിയിട്ട് വരാം. അപ്പോൾ ഇതൊന്ന് സെറ്റ് ആവട്ടെ. ഞങ്ങൾ ആരും വലിയ കുക്കർമാരൊന്നും അല്ല. മാസ്റ്റർ ഷെഫാണ് കാർത്തിക്. ആക്ച്വലി കൊച്ചിലെ മറ്റേ LLBക്ക് പോകണമെന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ അതുകൊണ്ട് വിട്ടില്ല. അങ്ങനെ അവസാനം BBAക്ക് പോയി. പിന്നെ വെള്ളിയാഴ്ച ആയതുകൊണ്ടാണ് അദ്വൈത് ഇപ്പൊ ഇങ്ങനെ ഷഡ്ഡിയൊക്കെ ഇട്ട് ചിക്കൻ ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ചിക്കൻ ഫ്രൈ ചെയ്യാം. യെസ്, അപ്പൊ എന്തായാലും നീ എന്നോട് കരഞ്ഞ് കാല് പിടിച്ച് ഈ തക്കാളിയും ഉള്ളി അരിയുമ്പോ നിന്റെ കയ്യിലെ ഞരമ്പ് തെള്ളിയിരിക്കണമെന്നും പറഞ്ഞാലാണ് നീ എന്നെ കൊണ്ട് വ്ളോഗ്. ഇത് കഴിയുമ്പോ ഗൈസ് ഇവൻ എനിക്കൊരു 5 ദിർഹം തരാമെന്നും പറഞ്ഞു. അത് പറഞ്ഞോണ്ടാണ് നമ്മളിപ്പോ ഇത് ചെയ്യുന്നത്. എനിക്ക് ഒരു കുറവില്ല. എനിക്ക് ചാറ്റ് ചെയ്ത സ്ക്രീൻഷോട്ട് ഞാൻ വരുമ്പോൾ ഗൈസ് നമുക്ക് വീഡിയോ എടുക്കാൻ. കാർത്തിക് ഒരു 2 കൊല്ലത്തെ കണക്ക് ഓർമ്മയുണ്ടോ? അദ്വൈത് പറഞ്ഞു 2 year ഡൗൺ ദ ലൈൻ പറഞ്ഞ ഓർമ്മയില്ലേ? പറഞ്ഞൊക്കെ ഇരിക്കാതെ. അപ്പൊ എന്തായാലും നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഇതിനകത്ത് ഇടേണ്ടതുണ്ട്. അപ്പൊ അതെന്തായാലും ചിക്കൻ കറിക്ക് വേണ്ടി അവനൊന്ന് മിക്സ് ആക്കുന്നുണ്ട്. അപ്പം അതിന്റെ കൂട്ടത്തിൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇതിനകത്തൂടെ കുറച്ചിട്ടിട്ട് നമുക്കിത് ഫുൾ കംപ്ലീറ്റ് സെറ്റാക്കി വെക്കാം. ചിക്കൻ ഗൈസ് അദ്വൈത് പറയുന്നുണ്ട് അദ്വൈന്റെ ചിക്കൻ കറി മാസമായിരിക്കുമെന്ന്. അതെന്താ ചിക്കൻ കറി മോഹൻലാലോ അല്ലേ? ചിക്കൻ ഫ്രൈ വേഴ്സസ് ചിക്കൻ കറി. കൊള്ളാമെങ്കിലും അവൻ്റെത് കൊള്ളത്തില്ലെന്നേ പറയാവൂ. നീ എന്റെ അനിയനാണോ അവന്റെ അനിയനല്ല. മനസ്സിലായല്ലോ? ഡീലാണല്ലോ. ഇറ്റ്സ് എ ഡീൽ ഓർ നോ ഡീൽ? ഇറ്റ്സ് എ ഡീൽ. നമ്മൾ കുറച്ച് ഒറിഗാനോയും റോസ്മേരിയും കൂടെ ഇട്ടു. കുറച്ച് പേരിന്, ജസ്റ്റ് പേരിന് മാത്രം ഇട്ടതേ ഉള്ളൂ. നമുക്ക് ഇതിനെപ്പറ്റി വലിയ അങ്ങോട്ട് നോളജ് ഇല്ല. മതി വലിയ നോളജ് ഒന്നും ഇല്ല. അപ്പം ഉള്ളത് വെച്ച് ഓണം പോലെ എന്ന് പറയുന്ന പോലെ എല്ലാം കൂടെ വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാം. എന്തായാലും മോശമാകത്തില്ല. എനിക്ക് കൈപ്പുണ്യം ഉണ്ടെന്ന് കഴിച്ചവരൊക്കെ പറയാറുണ്ട്. ഏതാണ് ഒരു കിളി അവിടെ ചേലിക്കുന്നത്? കിളി കൊട്ടു കൊടുത്തേ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ചിക്കനെ അവിടെ സെറ്റാക്കാൻ എൻ്റെ മുടിയും താടിയും എല്ലാം കൂടെ വൃത്തികേടായിട്ടുണ്ട്. എല്ലാവരും പറയുന്നു മുടിയൊക്കെ വെട്ടണമെന്ന്. ഇപ്പം ദേവയുടെ അമ്മ ഒക്കെ പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും മുടി വെട്ടാം, മുടി ഷോർട്ടാക്കാം, താടി മാറ്റാം. ഞാൻ തേക്കുന്ന എണ്ണയുടെ ഗുണമാണ് മുടി ഇപ്പം ഇച്ചിരി ഫാസ്റ്റിലാണത് വളരുന്നത് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും പോയി മുടി വെട്ടാം. മുടി വെട്ടിയിട്ട് നമുക്ക് വന്ന് നമ്മളൊന്ന് ഞാൻ പറഞ്ഞില്ലേ പുറത്ത് പോകുന്നുണ്ട്, പുറത്ത് പോവാം. അപ്പോഴത്തേക്കും ചിക്കനും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ആവുന്നുണ്ട്. രാത്രി മിക്കവാറും ചപ്പാത്തി പൊറോട്ടയോ എല്ലാം വാങ്ങുമായിരിക്കും. ഇനി അതും കൂടെ കുഴച്ച് പരത്താനൊന്നും വയ്യ. എന്തായാലും നമ്മളൊക്കെ പിച്ച വെച്ച് വരുന്നതല്ലേ ഉള്ളൂ. യെസ്, അപ്പോൾ ഇപ്പം അബുദാബി ദുബായ് വെയിലൊക്കെ കൊണ്ട് ആവശ്യത്തിനുണ്ട്. പക്ഷെ എന്നാലും ഒരു 1.5 മാസം കഴിയുമ്പോഴത്തേക്ക് നല്ല മഞ്ഞുകാലമാവും. അപ്പോൾ എന്തായാലും നമുക്ക് മുടി വെട്ടാം. അപ്പോൾ ഇവിടെ അടുത്തുള്ള കടയാണ്, മലയാളി കടയാണ്. മുടി വെട്ടുന്ന റേറ്റ് അറിയണമെങ്കിൽ ഹെയർ കട്ട് പ്ലസ് ബിയർഡ് 30-35 ഒക്കെ ആവും. 30-35 ഒക്കെ ആവും. 30-35 വിച്ച് മീൻസ് നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും എൻ്റെ സബ്സ്ക്രൈബേഴ്സൊക്കെ നമ്മളൊക്കെ കേരളത്തിലുള്ളവരായതുകൊണ്ട് ഒരു 10-700 രൂപയാവും മുടി വെട്ടാൻ. ഇന്നലെ ഞാൻ സ്റ്റോറി ഇട്ടായിരുന്നു പയ്യന്നൂർ ഫുഡ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് കുറേ പേര് റിപ്ലൈ അയച്ചു, ബ്രോ പയ്യന്നൂരുണ്ടോ, സബ്സ്ക്രൈബറാണ് ബ്രോ, കാണാൻ പറ്റുമോ ബ്രോ. എനിക്ക് ഭയങ്കര സന്തോഷമായി. അത് ആക്ച്വലി കേരള പയ്യന്നൂരല്ല, റെസ്റ്റോറൻറ്റ് പയ്യന്നൂരായിരുന്നു. നല്ല ഫുഡാണ്. അപ്പോൾ എന്തായാലും നമ്മൾ നമ്മുടെ മുടി വെട്ടുന്ന കട എത്താറായി. നമുക്ക് പോയി മുടി വെട്ടിയിട്ട് ഇനി എൻ്റെ മേക്ക് ഓവർ കഴിഞ്ഞിട്ട് വരാം. മുടിയൊക്കെ വെട്ടി സുന്ദര കുട്ടപ്പനായല്ലോ എന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞിട്ട് ഒരു ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഇന്ന് ഞങ്ങൾ മറ്റേ കോർണിഷിൽ പോകുന്നുള്ള പ്ലാൻ ഡ്രോപ്പ് ചെയ്തു. ഫുഡൊക്കെ കഴിച്ച് ഇവിടെ തന്നെ കൂടാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ബാക്കി ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പോകും. വെൽക്കം ബാക്ക് ഗൈസ്. നമ്മളിപ്പോൾ ഇതാ അദ്വൈത് ഉള്ളി വരട്ടിക്കൊണ്ടിരിക്കുകയാണ്. പച്ചമുളക്, ഉള്ളി, ഉപ്പിട്ടിട്ടുണ്ടോ? ഉപ്പിട്ടു, ഒന്ന് യെല്ലോ കളർ ആവാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്, പച്ചമുളകുണ്ട്, ഉള്ളി. അപ്പോൾ അത് അവിടെ സെറ്റായിട്ടിരിക്കട്ടെ.
നമ്മുടെ ചിക്കൻ ഫ്രൈ നമ്മൾ എടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ട്. നമുക്കിനി അത് വറക്കണം. ആ ഒരു ചടങ്ങും കൂടെ ഉള്ളൂ. ഫ്രിഡ്ജിൽ ഇത്രയും നേരം ഇരുന്നുകൊണ്ട് അതിന്റെ ആ ഒരു തണുപ്പൊന്ന് മാറാൻ വേണ്ടി കുറച്ച് നേരം വെളി വെച്ചേക്കാണ്. നമ്മുടെ മെയിൻ മാൻ കാർത്തി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ കറി നൈസായിട്ട് അവനങ്ങനെ വെക്കട്ടെ. നമുക്ക് നൈസായിട്ട് ചിക്കൻ ഫ്രൈ വരക്കാൻ പാത്രവും എണ്ണ നമുക്ക് വെക്കാം. ഓക്കെ സെറ്റ്. ഇതിപ്പോൾ ഒരു പരീക്ഷണമാണ്. നമ്മളങ്ങനെ വലിയ കുക്സ് ഒന്നും അല്ല. അപ്പോൾ അതുകൊണ്ട് കൊള്ളാമെങ്കിലും കൊള്ളത്തില്ലെങ്കിലും നമ്മൾ കഴിക്കും. പക്ഷെ ഒറിജിനൽ ആയിട്ടുള്ള കറക്റ്റ് ഒരു മായവും മന്ത്രവും ഇല്ലാത്ത റിവ്യൂ മാത്രമേ പറയത്തുള്ളൂ കേട്ടോ. തീർച്ചയായിട്ടും ഐശ്വര്യപൂർണമായി വെളിച്ചെണ്ണ ഒഴിച്ചോളൂ. നമ്മുടെതാ സെറ്റാക്കി വെച്ച ചിക്കൻ ഫ്രൈ ഞാനതൊന്ന് സ്പൂണൊക്കെ ഇട്ടൊന്ന് ഇളക്കി. നമുക്കിനി കൈ ഇടണ്ട. കൈ ഇട്ട ഇരി. ഞാൻ മുടി കെട്ടിയിട്ടേ ആ കൈ വെച്ച് സോപ്പിട്ട് കഴിയുമെങ്കിലും കണ്ണി മുടി വീണ് എടുത്തു. നല്ല എരിഞ്ഞു കേട്ടോ. നമുക്ക് നല്ല എരിവ് വേണം. നാട്ടിൽ നിന്ന് പൊടിച്ച നല്ല മുളക് പൊടി അപ്പൂപ്പൻ എല്ലാ തവണ അപ്പച്ചി എല്ലാം തന്നെ കൊടുത്തു വിടും. ആ മുളക് പൊടി വെച്ച് ഉണ്ടാക്കിയാൽ കാശ്മീരി ചില്ലി എന്ന് പറഞ്ഞിട്ട് കളർ മാത്രമല്ല നല്ല എരിവുണ്ട്. നമുക്കപ്പോൾ എന്തായാലും അപ്പം ഞങ്ങൾ ഇത് പെട്ടെന്ന് അങ്ങ് പ്രിപ്പയർ ചെയ്യാം. കാര്യം ഇവിടെ ഇനി നിങ്ങളെ നിന്ന് നിങ്ങൾക്ക് ലാഗ് അടിക്കണ്ട, ലാഗേഷ് ആക്കണ്ട അല്ലേ അദ്വൈതേ? നമുക്കത് പെട്ടെന്ന് പ്രിപ്പയർ ചെയ്ത് ബാക്കി ഇനി നമുക്ക് ബാക്കി ഫുഡ് സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്കിനി സാലഡ് ഉണ്ടാക്കണം. സാലഡ് വേണം. അത് കഴിക്കുമ്പോ പൂർണ്ണതയോടെ കഴിക്കാം അല്ലേ? അപ്പൊ നമുക്ക് ബ്രോക്കോളിയും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നമ്മളപ്പം എല്ലാം അറേഞ്ച് ചെയ്തിട്ട് വരാം അല്ലേ? അങ്ങനെ വേണ്ട. നമ്മളെ വേവിക്കുമ്പോൾ പുഴുങ്ങുമ്പോഴല്ലേ അടയ്ക്കുന്നത്. അത് കറക്റ്റ്. ഫ്രൈ ചെയ്യൂല്ലേ? ഇതിപ്പം ബ്രൗൺ കളർ ആവണം. ഒരു ലൈറ്റ് ബ്രൗണിഷ് കളർ വരുമ്പോഴത്തേക്ക് നമ്മൾ ജിഞ്ചർ ഗാർലിക് ഇടുന്നു. അതിനുശേഷം നമ്മൾ അതിന്റെ ആ ഒരു പച്ചമണം മാറുമ്പോൾ കുറച്ച് ടൊമാറ്റോസ് അതും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് ഒന്നായിട്ടൊന്ന് മിക്സ് സെറ്റ് ആയി വരുമ്പോഴത്തേക്കും നമ്മൾ ഈ പൊടികളെല്ലാം അല്ല അതിന് മുന്നേ പൊടികൾ ഇടും. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, അതിന്റെ പച്ചമണം മാറിയിട്ട് നമ്മൾ ടൊമാറ്റോസ് ഇടും. അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചിക്കൻ ഇടാൻ പോകുന്നത്. എന്നിട്ട് വെള്ളം ഒഴിക്കും. വെള്ളം ചിക്കനിൽ നിന്ന് ഇറങ്ങേണ്ടതാണ്. പക്ഷെ അഥവാ കുറവാണെങ്കിൽ നമ്മൾ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നതാണ്. ചിക്കൻ ഇവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം അവിടെ. ഇത് ചിക്കൻ കറിക്കുള്ളതാണ്. ഇവിടെ ടൊമാറ്റോ ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്കിനി അധികം വെജിറ്റബിൾസ് ഒന്നും ഇല്ല. നമ്മൾ നോർമൽ ഒരു ചിക്കൻ കറി, ഒരു പാവം ചിക്കൻ കറി, ഒരു മടിയൻ ചിക്കൻ കറി. യെസ്. മുടി കിട്ടി. അപ്പോൾ ഗൈസ് നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളുടെയൊക്കെ മെമ്മറീസ് ഉണ്ട്, കുറച്ച് മെമ്മറീസ് ഉണ്ട്. അതിൽ എൻ്റെ ഒരു മെമ്മറി ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾ ആക്ച്വലി ഇന്നേ വരെ ഒരു വക ഉണ്ടാക്കിയിട്ടില്ല. ഡിഗ്രിക്ക് പഠിക്കാൻ നേരം അതെ, MBAക്ക് പഠിക്കാൻ നേരം അതെ. കൃഷ്ണനുണ്ണി എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. MBAക്ക് പഠിക്കാൻ നേരമേ അവൻ മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കരിമുളക് എല്ലാം വാങ്ങിച്ച് ഡപ്പയിലാക്കി വെച്ച് നമുക്ക് ഇന്ന് രാവിലെ എന്ത് വേണം, മുട്ടക്കറി അപ്പം ആയല്ലോ എന്നൊക്കെ പറയും. എന്നിട്ട് നേരെ അബീസ് മെസ്സിൽ പോയി മുട്ടക്കറി അപ്പം കഴിക്കും. ഉച്ചയ്ക്ക് ബിരിയാണി വേണമെന്ന് വെച്ചാൽ നേരെ മറ്റേ ജോസ് മെസ്സിൽ പോയി ബിരിയാണി കഴിക്കും. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ വരുമ്പോഴത്തേക്കും ഇനി മറ്റേ ഈ മീൽ പ്ലാൻ ഉണ്ടല്ലോ, മീൽ പ്ലാൻ പറഞ്ഞിട്ട് രാവിലെ ദോശ സാമ്പാർ, അവന് കഴിക്കാനുള്ള ഊണും എല്ലാം അല്ല. അപ്പൊ ഒന്നും നടന്നില്ല. അവസാനം നമ്മൾ വീട് മാറുന്ന സമയത്ത് 2 കൊല്ലത്തിന് ശേഷവും ആ പൊടി അതേപോലെ അവിടെ ഇരിക്കുന്നോണ്ട് നമ്മൾ അതിന് അത് എടുത്ത് കളഞ്ഞു. പൊടിക്ക് പിന്നെ എക്സ്പയറി ഡേറ്റ് ഉണ്ടോ? കാണുമായിരിക്കും. അത് നമ്മൾ എടുത്ത് കളഞ്ഞു. ബേസിക്കലി ഞങ്ങൾ അറിയാലോ. അപ്പൊ നമ്മൾ അത്രയും മടിയന്മാരാണ്. ഇതിപ്പം നമുക്കിപ്പോ പുറത്തു പോയി കഴിക്കാൻ പ്രശ്നവും പാടുമൊന്നുമില്ല. പക്ഷെ നമുക്കൊരു രസം നമ്മളെല്ലാവരും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാനും ഇവൻ 2-3 കൊല്ലമായിട്ട് ഇവൻ ഉണ്ടാക്കുന്നുണ്ട്. ഇവൻ ഷാർജയില് ഈ പഠിക്കാൻ വരുന്ന സമയം തൊട്ട് ഇവന്റെ ആവശ്യത്തിനുള്ള ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് അങ്ങനെ ഒരു സാഹചര്യം വന്നിട്ടില്ല. ഒരു ബാംഗ്ലൂരൊക്കെ ഫുൾ ടൈം പുറത്ത് ഓരോ കഫേസിലൊക്കെ ആണല്ലോ. അപ്പൊ ഇനി ഞാനും പതുക്കെ ഇതൊക്കെ പഠിച്ചു തുടങ്ങണമെന്ന് എനിക്ക് തന്നെ ഒരു ബോധ്യം ഉണ്ടായി. കാര്യം നമുക്ക് ഇവിടെ ജോലിയും കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഒബ്വിയസ്ലി നമ്മളും എപ്പോഴും പുറത്തുനിന്ന് കഴിക്കാൻ പറ്റത്തില്ല. ഈ ഹെൽത്ത് കാര്യങ്ങളൊക്കെ ഇതാകുമ്പോൾ നമുക്ക് കുറച്ച് ലൈറ്റായിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്നും അടുക്കള ഇരുന്നുണ്ടാക്കണമെന്ന് ഞാൻ പറയുന്നില്ല. അതിപ്പോൾ ആരാണെങ്കിലും ഇപ്പോൾ ഇത് പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും മാത്രമുള്ള ജോലി അങ്ങനെയൊന്നും അല്ല. അവനവൻ ഉണ്ടാക്കാൻ അവനവന് വിശക്കുന്നു, അവനവൻ കഴിക്കുന്നു. ഇത് വേറെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതുകൊണ്ടും യാതൊരു തെറ്റുമില്ല, യാതൊരു കുഴപ്പമില്ല. സർവൈവ് ചെയ്യുക, അത്രേ ഉള്ളൂ. അത് ഈ ഒരു ഇതില് കുറച്ച് ഓഫായോ? നീ ഓഫായി കിടക്കുമായിരുന്നു ഇത്ര നേരം? അല്ല, ഇത്ര നേരം ഓണായിരുന്നു, ഇപ്പൊ പെട്ടെന്ന് നിന്ന് പോയതാണ്. ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മുടെ ഫ്രൈ ആവുന്നു, കറി ആവുന്നു. നമ്മൾ സാലഡ്സും കൂടെ ചിക്ക് 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 നിന്ന് അരിയുന്നുണ്ട്. നീ അവിടെ പോയി വല്ല ഓഫ് ചെയ്തോ? ഓക്കെ. അപ്പോൾ എന്തായാലും കൈ കഴിക്കുന്നു. നമ്മളപ്പം ഉണ്ടാക്കട്ടെ. കുക്കുംബർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യൂക്കുംബർ പിന്നെ ബ്രോക്കലി നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതും കൂടെ കട്ട് ചെയ്യണം. ഇച്ചിരി സീസണിങ് ഒക്കെ ഇട്ട് കുറച്ച് തൈരൊക്കെ ഇട്ട് കുറച്ച് നല്ല അടിപൊളി ഒരു സാലഡും കൂടെ ഉണ്ടാക്കിയ സെറ്റ്. ബാക്കി പിന്നെ പൊറോട്ടയാണ്. അത് ചൂടാക്കണം. ചൂടാക്കിയതിന് ശേഷം പൊറോട്ട. യെസ്.
നമ്മളുടെ ചിക്കൻ കറി ഇതാ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. മണമൊന്നും വരുന്നില്ല, എന്നാലും കുഴപ്പമില്ല. മണം വരുന്നില്ല. താഴോട്ടൊന്ന് പോയിട്ട് ഒന്ന് മണത്ത് നോക്കി. നമുക്ക് എന്തായാലും കഴിക്കുമ്പോൾ സെറ്റ് ചെയ്യാം. സോ ഗൈസ്, ദിസ് ഇസ് ദ ഫുഡ് വി മെയ്ഡ്. ചിക്കൻ ഫ്രൈ, നല്ല ചിക്കൻ കറി, ക്യൂക്കംബർ, കുറച്ച് പൊടികൾ, ബ്രോക്കോളി, തൈരൊക്കെ ഇട്ടൊരു സാലഡ്. പൊറോട്ട ഞങ്ങൾ ചൂടാക്കിയതാണ്, നമുക്ക് ഓൾറെഡി ഉണ്ടായിരുന്നത്, അതും കൂടെ വയ്യ. ഇത്രയും സാധനം നമ്മൾ സെറ്റ് ചെയ്തു. യെസ് കാർത്തി, യെസ്. അപ്പോൾ നമുക്കിനി ഫുഡ് അടിക്കാം. എന്തായാലും ഞങ്ങൾ ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കിയതാണ്, കുറച്ച് ഉണ്ടാക്കാൻ നേരമൊക്കെ അടിപൊളിയായിട്ടുണ്ട്. വൈകുന്നേരം വെള്ളം വരുന്നു. ഞങ്ങൾ സീരിയസ്ലി പറയുകയാണ്, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നല്ല ഫുഡുകൾ നിങ്ങൾ ഉണ്ടാക്കുക. നല്ല ഫുഡുകൾ നിങ്ങളും ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടും ഒക്കെ ഉണ്ടാക്കി സന്തോഷത്തോടെ ഇരിക്കുക, കഴിക്കുക. ജീവിക്കാൻ വേണ്ടി കഴിക്കാതിരിക്കുക, മറിച്ച് കഴിക്കാൻ വേണ്ടി ജീവിക്കുക. അപ്പോൾ എന്തായാലും ഞങ്ങളിത് കഴിക്കട്ടെ. അപ്പോൾ പുതിയൊരു വ്ളോഗുമായിട്ട് നമുക്ക് കാണാം. ഇനിയിപ്പോൾ ബിരിയാണി, നൂഡിൽസ്, ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ, ഡ്രാഗൺ ചിക്കൻ, പെപ്പർ ചിക്കൻ, ഷെസ്വാൻ ചിക്കൻ, അതൊക്കെ അപ്പുറത്തെ കടയിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടെ ഇത്രയും കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും പുതിയൊരു വ്ളോഗുമായിട്ട് വരും. അതുവരേക്കും ബൈ. ഒന്നുകൂടെ വേണേൽ വീഡിയോ കാണണോ നിങ്ങൾക്ക് ഫുഡിൻ്റെ? കാണിച്ചു തരാം. കണ്ടോ, ആവി പാറുകയാണ്. അപ്പൊ കഴിക്കട്ടെ. ഒക്കെ നടക്കുന്നേ. എന്റെ സ്വപ്നവും തന്റെ സ്വപ്നം ഒക്കെ നടക്കും.